ചക്കയും മാങ്ങയും കുറവാണ് ഇക്കൊല്ലം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വയനാട്ടില് വെള്ളമുണ്ടയിൽ വന്നാല് ഈ ചേച്ചിമാര് ചക്കേമലാണ് ഒരു യുദ്ധം നടക്കുക അവിടെ. വയനാട്ടിൽ നിന്ന് 12 ജാക്ക് ഫ്രൂട്ട് 12, ആംല 12 തുടങ്ങി ബനാന 12 തുടങ്ങി 12 ബ്രാൻഡിലുള്ള നമ്മുടെ KL12 എന്നുള്ള മട്ടിലാണ് വയനാട് 12 ഒരുപാട് ചക്ക ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഒരു വർഷം ചക്ക ചേട്ടാന്ന് വെച്ചാൽ ഇത് എന്താ നിങ്ങൾ ഉണ്ടാക്കാൻ പോണേ? ജാക്ക് 12 എന്ന് പറയുന്നത് വാക്വം ഫ്രൈഡ് ആണ്. നമ്മൾ KL12 പോലെ ജാക്ക് ഫ്രൂട്ട് 12 അല്ലേ? ജാക്ക് 12 എന്നാണ് ഇതിന് പേരിട്ടത്. ജാക്ക് 12 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എന്താ സാധാരണ ചിപ്സ് തന്നെയാണോ? സാധാരണ ചിപ്സ് അല്ല, ഇത് വാക്വം ഫ്രൈഡ് ആണ്. എണ്ണയുടെ കണ്ടന്റ് കുറവാണ്. എണ്ണ വേണം, പക്ഷെ അതിന്റെ കണ്ടന്റ് കുറവാണ്. ഇത് കുരു കളഞ്ഞ് നന്നാക്കിയതിന് ശേഷം അരിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് ആണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് രാവിലെ കൊണ്ടുവന്ന് ഇത് അരിഞ്ഞെടുക്കും. ഇങ്ങനെ ഒരു മിനിമം വലിപ്പത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷമാണ് ചിപ്സ് ഉണ്ടാക്കുന്നത്. ഒരു 10 കിലോ ചക്ക ഉണ്ടെങ്കിൽ എത്ര ചിപ്സ് കിട്ടും? ഒരു 2-2.5-3 കിലോ വരെ കിട്ടും. എന്താ വില? ഇതിന്റെ വില 2000 രൂപ ഒരു കിലോക്ക് അല്ലേ? പക്ഷെ അതിനുള്ള ഗുണമുണ്ട്. എന്താ ഇപ്പൊ ഗുണം എന്ന് പറയുന്നത്? നമ്മള് 2000 രൂപയ്ക്ക് എന്നൊക്കെ പറയുമ്പോ നാട്ടുകാർക്ക് തോന്നുന്നുണ്ട് ഇത് കഴിച്ചോണ്ട് ഗുണമുണ്ടോന്ന്. ചക്ക പൊതുവെ ഹെൽത്തി ആണല്ലോ. അപ്പം ഇതില് നമ്മള് പിന്നെ മധുരം ചേർക്കുന്നില്ല. പിന്നെ ഓയിൽ ഫുള്ള് വാക്വം ചെയ്തിട്ട് ഡ്രൈ ആയിട്ടാണ് ഇത് കിട്ടുന്നത് നമുക്ക്. പിന്നെ ന്യൂട്രീഷണലായിട്ട് ഇത് ആർക്കും ധൈര്യത്തോടു കൂടി കഴിക്കാം. കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ളവർക്കൊന്നും വിഷയമല്ല ഇത് കഴിക്കുന്നതിന്. പിന്നെ ചക്ക ഈ ഒരു സീസണിലാണല്ലോ ചക്ക, എല്ലാ സീസണിനും കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന് ഡിമാൻഡ് കൂടുതലാണ്. സെയിലാവുന്നുണ്ട്. ചക്കയ്ക്ക് ഭയങ്കര സെയിലുണ്ട്. കാരണം ആവശ്യപ്പെടുന്നുണ്ട് ആൾക്കാർ. കഴിക്കുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് ഇതിൽ മധുരം ചേർത്തിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് വന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടെന്ന്. അങ്ങനെ ഒട്ടും മധുരം ചേർക്കാതെ ഉണ്ടാക്കുന്നതിന് നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നല്ല മധുരം കിട്ടും. ഈ ചക്കപ്പഴത്തിന്റെ മധുരം തന്നെ ഇതിനേക്കാൾ കൂടുതലേ ഉള്ളൂ, കുറയില്ല. ചിപ്സ് ആയിട്ട് കിട്ടുമ്പോ ഈ ഇപ്പൊ വയനാട്ടില് സാധാരണ ചക്കയൊക്കെ വന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് താഴ്ത്തു വീണ് പോവാന്നാ പറയുന്നത്. ഇവിടെ ഇപ്പൊ അങ്ങനെ പോകില്ല. ഇല്ല, ഇവിടെ പരിസരത്തുള്ള എല്ലാവരുടെയും വീടുകളിൽ ഞങ്ങൾ ചക്ക എടുത്തുണ്ടാക്കുന്നുണ്ട്. ഈ വർഷം ചക്ക വളരെ പൊതുവെ കുറവാണ് എങ്കിലും മാക്സിമം കിട്ടിയതെല്ലാം ശേഖരിച്ചിട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും മഴ വരുന്നുണ്ട്, മഴ തുടങ്ങി. അപ്പൊ ഈ മഴക്കാലം ആവുമ്പോ ചക്കയിൽ ഇങ്ങനെ വെള്ളം കയറി അത് ഇതാവണ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അതിപ്പോ അതിന് മുമ്പ് തന്നെ വാങ്ങും അല്ലേ? അതിനു മുൻപ് തന്നെ ഞങ്ങള് ചക്കയൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഏകദേശം ചക്ക തീരാനായിട്ടുണ്ടല്ലോ. വെള്ളം കുറവ് ചക്ക നമുക്ക് കണ്ടാൽ അറിയാം. പിന്നെ അതിന്റെ കുരു മുളച്ചിട്ടുണ്ടാവും, ഈ വെള്ളം കയറിയതിന്റെ. അതെ, അതൊക്കെ ഞങ്ങളങ്ങ് ഒഴിവാക്കും. ഞങ്ങൾക്ക് ഇപ്രാവശ്യം അധികം മഴ അങ്ങനെ പെയ്തില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് വളരെ നല്ല ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. വയനാട്ടിൽ മഴ പെയ്തില്ല എന്നുള്ളത് നന്നായി പറയുന്ന ആദ്യത്തെ ആളുകളാ. ഈ വെള്ളമുണ്ട നിങ്ങളുടെ 8-4 പരിസരത്തുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് തൽക്കാലം ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. തുടക്കമായതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചു പേരേ ഉള്ളൂ. ഇവിടെ സിൽവി ടീച്ചറാണ് പണ്ട് ഇതിന്റെ ഒക്കെ ഒരു ഏർപ്പാട് ചെയ്തു തന്നിരുന്നത് അല്ലേ? അപ്പൊ ടീച്ചർക്ക് കുറെ കൂടി കാര്യങ്ങൾ പറയണ്ടോ? ടീച്ചർക്ക് കുറെ കൂടി കാര്യങ്ങൾ അറിയാം. അപ്പൊ സിൽവി ടീച്ചർക്ക് ഇതിന്റെ കാര്യങ്ങൾ, ഇതിങ്ങനെ ഒരു സംഘം ഉണ്ടാക്കിയും ഈ KL12 പോലെ ജാക്ക് 12 പോലെയുള്ള ഒരു സാധനങ്ങൾ, ഇതിന്റെ വിവിധ പ്രോഡക്ട്സ് വയനാട്ടിൽ ഉണ്ടാക്കി ഇതിന്റെ മാർക്കറ്റിൽ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ ചക്കയൊക്കെ കൊണ്ടുവരുന്നു കൃത്യമായിട്ട് പറഞ്ഞുതരാൻ നമ്മുടെ സിൽവി ടീച്ചർ. ഇത് 2020 കോവിഡൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് വെള്ളമുണ്ടയിൽ തന്നെയുള്ള പിന്നെ ഇവിടെയുള്ള തേറ്റമലയുള്ള ഒരു 10 പേരടങ്ങിയ ഒരു ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി അവർ രൂപീകരിച്ചിരുന്നു. പക്ഷേ അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല. അവരുടെ തന്നെ വീടുകളിലെ 1-2 ആളുകൾ ചേർന്ന് ഒരു പള്ളിയുടെ അവിടുത്തെ പാരിഷ് കൗൺസിലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സംവിധാനമാണ്. നമ്മുടെ ആ പഴയ പഞ്ചായത്ത് ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്തി കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതെ, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കുറേ സാധാരണക്കാരായ മനുഷ്യരാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു തൊഴിൽ കിട്ടിയാൽ നന്നാവും എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരാശയം നമുക്കുണ്ടായത്. ഈ ഗ്രൂപ്പ് T-Farm എന്നായിരുന്നു പേര്. നമ്മൾ പേരൊന്നും മാറ്റിയിട്ടില്ല, അതേപോലെ തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. T-Farm എന്നാണ് അതിൻ്റെ പേര്. 100 മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ. ഇതിന് ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ വേണ്ടത്. അപ്പോൾ 5000 രൂപയുടെ ഷെയർ എടുത്തുകൊണ്ട് 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിലൊരു 10-20 എണ്ണം നമ്മുടെ FIG ആണ്. എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ്
ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. അതായത് ചെറിയ ചെറിയ SHG പോലുള്ള ഗ്രൂപ്പുകൾ, സ്വയം സഹായ സംഘങ്ങളുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പം നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നതിന് ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ നമ്മൾ പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ചക്കയാണ്. ചക്കയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സബ്സിഡിയോടുകൂടി മെഷീൻ കിട്ടി. ആത്മയാണ് ഞങ്ങൾക്ക് മെഷീൻ തന്നത്. സബ്സിഡിയോടുകൂടി മെഷീൻ കിട്ടി. ഞങ്ങൾക്ക് ആദ്യമൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എങ്ങനെ ഈ ചക്ക എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു സംവിധാനമാണല്ലോ. പിന്നെ കാര്യമായി വയനാട്ടിലില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചൊന്ന് നോക്കാം. ചക്കപ്പഴം വാക്യൂം ഫ്രൈഡ് ചിപ്സ് ആക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അത് അപ്പൊ ഈ ചക്കക്കുരു വേസ്റ്റ് ആയി പോകും. ചക്കക്കുരുവിനെ സംബന്ധിക്കുന്ന കാര്യം നമ്മൾ തുടങ്ങിയിട്ടില്ല. നമുക്കത് പിന്നെ അങ്ങനെയുള്ള ചെയ്യുന്ന ഗ്രൂപ്പുകളും ഉണ്ട്. അതിനുള്ള മെഷീൻസ് ഉണ്ട്. അത് പൊടിക്കുന്നതിന് പൊടിക്കുക, വറക്കുക, അതുപോലുള്ളതൊക്കെ ചെയ്തിട്ട് അതും ഒരുപാട് പിന്നെ മാർക്കറ്റ് ഉള്ള ഒരു സംഗതിയാണ്. കാരണം ഈ ചക്ക എന്ന് പറയുന്നത് ചക്കയുടെ എല്ലാ സംഗതിയും, ചക്കയുടെ മുള്ള്, ചവണി, അതുപോലെ തന്നെ ചക്കച്ചൊള്ള, കുരു എല്ലാം ഭയങ്കര സാധ്യതയുള്ള, വിപണന സാധ്യതയുള്ള. കൊണ്ടുവരുന്ന ചക്കയൊന്നും അപ്പോ ഈ ചക്കച്ചോളം എടുത്ത് കഴിഞ്ഞതുകൊണ്ട് വേസ്റ്റ് നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ ചക്കപ്പഴം അത് ചിപ്സ് ആക്കുന്നതൊക്കെയാണ് വന്നതെങ്കിലും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ തുടങ്ങാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത്. ഉഷാറാക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ ബാലാരിഷ്ടതകളുണ്ട്.